MJ അങ്കിൾ, ഇന്നൊരാള് വളരെ ഹാപ്പി ആയിട്ട് വരാൻ പോവാണ്. കാരണം ഇന്ന് അച്ഛനെയും അമ്മയൊക്കെ കൊണ്ടാണ് ധൈര്യത്തിന് വേണ്ടി നമ്മുടെ കുട്ടുമണി വന്നിരിക്കുന്നത്. ഇനി പാട്ട് പാടാനായിട്ട് നമ്മുടെ MJ അങ്കിളിന്റെ കുട്ടുമണി കുട്ടനാണ് എത്തുന്നത്. വിളിക്കാം, നമുക്ക് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുട്ടുമണി പാർത്ഥവ് ഓൺ സ്റ്റേജ്. ഹലോ. ഓ, മുണ്ടൊക്കെ കുറച്ചായിട്ട് എപ്പോഴും മുണ്ട് കൊടുക്കാറുണ്ടല്ലേ കുട്ടുമണി? നിനക്ക് സ്വന്തം ഇഷ്ടമാണോടാ മുണ്ട് കൊടുക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് നമ്മുടെ കുട്ടുമണിക്കുട്ടൻ. മറ്റേ പാട്ടിലുള്ള പോലെയാണ് കേട്ടോ അവൻ. ചബി ചിക്കി നോട്ടി ഗൈയട. പക്ഷെ സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം ഗൈയടാണ്. അങ്ങനെയാണ്. ആ മുണ്ടെടുത്ത സുന്ദരനാണ് പ്രത്യേകിച്ചും. നല്ല രസമുണ്ട്. ഇത് എവിടെ നിന്ന് ക്രാഫ്റ്റ് ചെയ്തു? അതിനകത്ത് ശംഖുണ്ട് അതിനകത്ത്. ഇതെനിക്ക് ദുബായിലുള്ള ഒരു ആന്റി ചെയ്തു തന്ന. ഏത് ആന്റിയാ? രേഷ്മ ആന്റി. രേഷ്മ ആന്റിക്ക് ഒരു ഹായ്. അപ്പൊ കുട്ടുമണി ഏതാണ് പാട്ട്? പൂവായി വിരിഞ്ഞു. നിന്റെ കാര്യമാണോ പറയണേ? അല്ല, പൂവായിട്ട് വിരിയല്ലേ? പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു. മീനുക്കുട്ടി എന്തോ ഉറങ്ങിയില്ലേ? ഉറങ്ങണോ? എന്താ കുറച്ച് വാങ്ങി വാടിയിരിക്കുന്നത്? ഒന്നുമില്ല, ഓക്കെയാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്റെ മോളെ? ഒരു പ്രശ്നമില്ല. അച്ഛനോട് പറയണം കേട്ടോ. എന്ത് പ്രശ്നം ഉണ്ടായാലും അച്ഛന്റെ അടുത്ത് പറയരുത് കേട്ടോ. മൂത്ത മോളെ ഇളയ മോളുടെ കാര്യത്തിൽ ഇടപെടണ്ടാട്ടോ പ്ലീസ് അച്ഛ, പ്ലീസ്. എന്റെ കൂടെ അനിയത്തിയല്ലേ, ഞാൻ ഒന്ന് ഉപദേശിച്ചോണ്ട് എനിക്ക് വേറെ ആരുമില്ല ഉപദേശിക്കാൻ. എന്തോ കളിക്കോ? ചൊല്ലുതിർന്നു
ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് പോരെ. ആദ്യം ഒന്ന് റിലാക്സ് 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 സമാധാനം. ഒരു ഡീപ് ബ്രത്ത്. സമാധാനായോ? ആ, ഇനി നമുക്ക് സംസാരിക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത്, സാരമില്ല, സാരമില്ലടേ, ഒന്ന് ചിരിക്കടേ. ആ, നീ സന്തോഷമായിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം, അല്ലെങ്കിൽ സങ്കടം കേട്ടോ. പാട്ടെന്ന് പറയുന്നത് സന്തോഷമല്ലേ? സംഗീതം അതെ. സന്തോഷം. സന്തോഷം. കുട്ടുമണി, ഈ ഓവർ കോഷ്യസ് അപ്രോച്ച് എന്ന് പറയുന്നത് അത് നമ്മളെ പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അത് അങ്കിളുടെ ജീവിതത്തിൽ അങ്കിളിന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. കോഷൻ വേണം, ഓഫ് കോഴ്സ്, നമുക്ക് അതിങ്ങനെ ആയിരിക്കണം. പക്ഷെ അതൊരു അപ്രിഹെൻഷനായിട്ട് മാറിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലൈനിലും നമ്മൾ സംശയിക്കും. ഇവിടെ പോകുമോ, അവിടെ പോകുമോ, ഇവിടെ കിട്ടുമോ, കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ള രീതിയിലേക്ക് വരും അത്. ആ ഒരു മനസ്സ് നമ്മൾ കുറച്ച് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതാണ് ഇതിൻ്റെ ഈ ഒരു പെർഫോമൻസിന്റെ കൺക്ലൂഷനായിട്ട് അങ്കിളിന് പറയാനുള്ളത് അതാണ്. വൺസ് യു ടേക്ക് ഇറ്റ് ഈസി, ടേക്ക് ഇറ്റ് ഈസി പോളിസി. വന്നു കഴിഞ്ഞാൽ കണ്ണിലൊരു മുള്ളു കൊണ്ടാൽ take it easy. മിന്നൽ വന്നാലും ടേക്ക് ഇറ്റ് ഈസി. മിന്നൽ വള ചാർത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ? അതുപോലെ ടേക്ക് ഇറ്റ് ഈസിയാണ്. അങ്ങനെ ഒരു ടേക്ക് ഇറ്റ് ഈസി രീതിയിലായിരിക്കണം മനസ്സ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. എപ്പോഴാ? നമ്മൾ ഈ സ്റ്റേജിലെത്തുമ്പോൾ. അതുവരെ നമുക്ക് അതൊക്കെ ഉണ്ടാവാം. സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ, കുട്ടുമണി, ഞാനാണ് രാജാവ്, ഞാൻ പാടും, നിങ്ങൾ കേൾക്കണം, അങ്ങനെയാവണം. എങ്ങനെയാവണം? ഞാൻ കുട്ടുമണി. കടുകുമണിയോ? ഞാൻ കുട്ടുമണി. കുട്ടുമണി, ഞാൻ സ്റ്റേജിന്റെ രാജാവാണ്. രാജാവാണ്. ഞാൻ പാടും, നിങ്ങൾ കേൾക്കും. Yes. ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. അത് അഹങ്കാരമല്ല, അത് അഹംബോധം. അഹംബോധം അഹംബോധം. അത് നമ്മുടെ ഒരു ഡീപ്പ് ഇന്നർ കോൺഷ്യസ്നെസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പെർഫോമൻസും ഈസി ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. അപ്പൊ കുട്ടുമണി, എന്തോ? കുട്ടുമണിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത്? ഇതാ വരുന്നു വീഡിയോ കോൾ. ആ പയ്യനെ അറിയാമോ? അറിയാം. എവിടെ കണ്ടിട്ടുണ്ടോ? ഇവിടെ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാണാൻ പറ്റൂല. കാണാൻ പറ്റും. ഇപ്പൊ ഒരു വയസ്സായ ഒരാളെ മാത്രമേ കാണാൻ പറ്റൂ. യെസ്. താങ്ക് യു സർ. താങ്ക് യു സർ. അയ്യോ, ഇങ്ങനെ ഒരു തെലുങ്ക് വേഷം ഉണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അറിഞ്ഞില്ല. ഇപ്പൊ ആ, അപ്പൊ അത് പാടാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ തെലുങ്ക് വേർഷന്റെ പേര് വേദാഗ്നി എന്നാണ് സിനിമയുടെ. വേദാഗ്നി. അന്ന് രാജ സാർ ഉണ്ടായിരുന്നോ? രാജ് സാർ ഇല്ലായിരുന്നു, ഇല്ല. ഭാഗ്യത്തിന്. ഓ, ഞാൻ തന്നെ പാടിയതാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം അത് കണ്ടില്ലേ, ഒരു കാഴ്ച കണ്ടില്ലേ? MJ-യുടെ അനിയന് യുവാവ് അല്ലേ? മുളയ്ക്കണ കാലം. ആ കാലം. എത്ര വയസ്സ് MJ സാർ അപ്പൊ? എനിക്ക് തോന്നുന്നത് 19 വയസ്സായിരിക്കും. അയ്യോ, എന്നെ കഴിഞ്ഞ് ഇളയതാ അയ്യോ, ടീനേജർ അല്ലേ? ആ രീതിയിലാണ് ആ സമയത്ത് പാടിയത്. അത് ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട് അത് പാടിയതിന്റെ. അപ്പൊ അത് ഒന്ന് നീയായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിടുക. പോസിറ്റീവ്സ് മാത്രം മനസ്സിൽ വെക്കുക. ഉള്ളിലേക്ക് എപ്പോഴും പാടുമ്പോൾ നോക്കാതിരിക്കുക. ഓക്കെ, പകരം ക്യാമറയിലേക്ക് നോക്കുക. അപ്പൊ ക്യാപ്റ്റന്റെ അടുത്ത് പോളൂ. Come on here, കുട്ടുമണി. Come on, man. Come on. നമ്മുടെ കുട്ടുമണിയുടെ ഓറ ഒരു പ്രത്യേകതരം ഓറയാണ്. നമുക്ക് കുട്ടുമണി എവിടെ നിന്ന് കഴിഞ്ഞാലും അവന്റെ ആ പ്രസൻസ് നമുക്ക് മനസ്സിലാവും. ഒരു ഹീറോ ആണ്. ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഓറയുള്ള ഒരു ആളാണ് നമ്മുടെ കുട്ടുമണി കുട്ടൻ, അല്ലേ? അതായത് അല്ല, ഞാനിത് പണ്ടേ പറയണല്ലേ കുട്ടുമണി, അല്ലേ? യെസ്. അപ്പം അത്രയും ഓറയുള്ള കുട്ടുമണി ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പക്ഷെ ആ കാഴ്ച നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, എങ്ങോട്ടും കൂടെ നോക്കണം, ക്യാമറയിലേക്ക് നോക്കണം. എനിക്ക് തോന്നുന്നു നമ്മളെ നോക്കിയപ്പോ ടെൻഷൻ അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ചെറുങ്ങനെ ആണോ? 0.1%. പക്ഷെ എപ്പോഴും പാട്ട് പാടുമ്പോ MJ സാറിനും എന്നെയും ഉണ്ണി സാറിനെ എങ്ങനെ നോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങോട്ടേക്ക് നോക്കണം? ക്യാമറയിലേക്ക് നോക്കണം. രണ്ടാമത്തേത് ബ്രെത്ത്. ശരിയാണ്, കുഴപ്പമില്ല, നമുക്കത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ.
പക്ഷെ അത് വെച്ചിട്ട് പാനിക് ആവരുത്. ടെൻഷനായി കഴിഞ്ഞാൽ പാട്ടിന്റെ മേളിൽ ആ ടെൻഷൻ വരും. ആ ടെൻഷൻ നമുക്കും ഫീൽ ചെയ്യും. നമുക്ക് തന്നെ ഉള്ളിൽ ഇങ്ങനെ തോന്നും, അയ്യോ 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 എന്നായിട്ട് ഇങ്ങനെ നെഞ്ചിങ്ങനെ ഇടിക്കാൻ തുടങ്ങും. കേട്ടോ? ഓക്കെ, അത് വേണ്ടല്ലോ നമുക്ക്. വേണ്ട. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കുട്ടുമണിക്കുട്ട, എനിക്ക് തോന്നുന്നു ആ പാട്ടിന്റെ സ്റ്റാർട്ട് ഭയങ്കര ക്ലീൻ സ്റ്റാർട്ടായിരുന്നു കേട്ടോ. അതിനൊരു കയ്യടി നമുക്ക് കൊടുക്കാം നമ്മുടെ കുട്ടുമണി. Thank you. പിന്നെ നല്ല പ്രോഗ്രസ് ഉണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ സാധാരണത്തേനേക്കാൾ ശ്രുതി ചേർന്ന് പാടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പോസിറ്റീവ്സ്. അപ്പൊ ഈ പോസിറ്റീവ്സ് ആയിട്ട് നമ്മുടെ കുട്ടുമണിക്കുട്ടൻ മുന്നോട്ട് ഇങ്ങനെ ഡബിൾ ബെൽ അടിച്ചു പോട്ടെ അല്ലേ എം ജെ സർ? അങ്ങനെയല്ലേ പറയാ? ഡബിൾ ബെൽ, ടിങ് ടിങ്, ട്രിപ്പിൾ ബെൽ അടിച്ചു പോട്ടെ നമ്മുടെ കുട്ടുമണിക്കുട്ടൻ. ടിങ് ടിങ്. അത് തന്നെ, കൊണ്ടൊരു കൈയടി. യെസ്, ഇങ്ങോട്ട് വാ. അപ്പോൾ പാർത്ഥിവ് കുട്ടൻ, ഒരു വിധത്തിലും വിഷമിക്കണ്ട കേട്ടോ. ഇതൊക്കെ എല്ലാ ഗായകർക്കും സ്റ്റേജിൽ പറ്റുന്നതാണ് മോനെ. അതുകൊണ്ട് അതിനെപ്പറ്റി വിഷമിക്കുകയേ വേണ്ട. എന്താണ് ഇന്ന് എനിക്ക് പറ്റിയത് എന്ന് അനലൈസ് ചെയ്യാം. അതാണ് വേണ്ടത്. ഈ ഒരു കാര്യം ഇനി ചിന്തിക്കരുത്. എനിക്ക് ഇന്നത് പറ്റിയത് പറ്റി, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അനലൈസ് ചെയ്താൽ മതി നമുക്ക് എന്തുകൊണ്ട് അത് പറ്റി, എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്യാം. ഓക്കെ. ഓക്കെ, ഒന്നും പഠിക്കും. മോൻ തുടങ്ങിയത് അസലായിരുന്നു. ആര് പറഞ്ഞ കറക്റ്റാ. ക്ലീൻ സ്റ്റാർട്ട്. ഫസ്റ്റ് പല്ലവി ശരിക്കും നന്നായിരുന്നു, വളരെ ഭംഗിയായിരുന്നു. അതിന് ശേഷം ഇവിടെ ഒരു പിടുത്തം വന്നു അല്ലേ? അടുത്ത സ്റ്റേജിൽ വരുന്നു, തകർക്കുന്നു നമ്മള്. ഓക്കെ. അത് കഴിഞ്ഞു, ഈ പാട്ട് കഴിഞ്ഞു. ഓൾ ദ ബെസ്റ്റ് മനെ. താങ്ക് യു സർ. ഓക്കെ, ഗുഡ് ലക്ക്. മിനൂട്ടിയാണേ ബാക്കി. അതെ, ഇനി എന്റെ മോട്ടിവേഷൻ. കുട്ടുമണി അച്ഛൻ വന്നത് കൊണ്ട് കുറച്ച് എക്സ്ട്രാ ഹാപ്പിയാണ് അല്ലേ? ആ. അല്ലെ അമ്മ മാത്രമാണ് നമ്മൾ എന്നും കാണുന്നത്, ഇന്ന് അച്ഛനും ഉണ്ട്. അതെ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ടോ? ആ, കുട്ടുമണി, എന്തോ അപ്പൊ കോഷനെ നമ്മൾ എന്ത് ചെയ്യണം? കോഷന് ഒരൊറ്റ എറി. ഓക്കെ, ഒരൊറ്റ ഏറി. ഒരൊറ്റ എറി. ആ, അപ്പൊ ഒരു ഒറ്റ മാർക്ക് തരട്ടെ. ആ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 95 on 100 ടുഡേ. താങ്ക് യു സർ. പാർത്ഥിവ് കുട്ടാ, മനസ്സിലെപ്പോഴും പറയാ, ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ. അതെ, പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഡോണ്ട് വറി, ബി ഹാപ്പി. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ആര്യ ചേച്ചി, ഓ, ഇന്നൊരാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പാട്ട് പാടാൻ വരാൻ പോവാണ്. ഇത്ര ഹാപ്പി ആയിട്ട് ഒരാൾ വരാൻ പോകുന്നു. അതെന്താന്ന് എനിക്ക് അറിഞ്ഞോ, പുറത്തുനിന്ന് കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി, ഭയങ്കര തുള്ളിച്ചാടി നടക്കുന്നു. സന്തോഷത്തോടെ വന്ന് പാടാൻ പോകുന്നു. അത്ര സന്തോഷത്തിൽ പാടാൻ പോകുന്ന ഒരാളാണ് വരുന്നത്. എസ്തർ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ ഓൺ സ്റ്റേജ്. ആഹാ, അപ്പൊ മനസ്സിലായി. ഇതെന്താ? സന്തോഷം. ഒരു ചിരി കൂടുതലില്ലേ? ആ, എനിക്ക് സന്തോഷമായി കണ്ടപ്പോ. പറഞ്ഞേ എസ്തർ കുട്ട, ഇതെന്താ ഇത്? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. Happy birthday. ഹാപ്പി ബർത്ത്ഡേ ടു യു. Wow. ഹാപ്പി ബർത്ത്ഡേ ടു യു. What a celebration. കുട്ടി, Happy birthday to you. ഇന്ന് കണ്ടില്ലേ ബർത്ത്ഡേ ഗേൾ? ക്രൗൺ ഒക്കെ വെച്ചിട്ടുണ്ട്, അതെ. ഒരു കൂട്ടം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൊടുക്കുന്നില്ലേ? ചെല്ല്. മീനൂട്ടനും ഉണ്ട്. വിത്ത് ചക്കര. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് എനിക്ക് തരാണ്ടിരിക്കണേ. ഞാൻ അങ്ങനെ വിചാരിച്ചു, മീനൂട്ടനില്ല. അങ്ങനെ ആഗ്രഹിച്ചു ചക്കരയും കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്ന് കണ്ടില്ലേ നമ്മുടെ എസ്തറൂട്ടൻ? ആരെ പോലെയാ? നിലാവിൽ മഞ്ഞൾ പോലെ. ഓ, ഞാൻ പ്രിൻസസ് എന്ന് പറയാൻ പോയി. ടിയാറ കണ്ടിട്ടല്ലേ, കിരീടമൊക്കെ വെച്ച് സുന്ദരയായി വന്നിട്ടുണ്ട്. തുടിക്കും മേഘം പോലെ, കത്തണ തീ പോലെ. പക്ഷെ എം ജെ ഞങ്ങൾ ഇത്ര കാവ്യാത്മകമായി പറയാൻ ഒരു കാരണമില്ലേ? പെയ്യണ മഴ പോലെ. അതെ, ബാക്കി കണ്ടുപിടിച്ചത് പെയ്യണ മഴ പോലെ. ലിറിക്സ് മുമ്പിലുള്ളപ്പോൾ അല്ലേ? നിന്നെ കണ്ടാൽ നിലാവിൻ മഞ്ഞൾ പോലെ. എസ്തറൂടെ എങ്ങനെയുണ്ട് ഈ കവിത? നന്നായി. ബലേ ബേഷ്. ഇഷ്ടമാണ് കേട്ടോ ഈ കവിത. താങ്ക് യു. പക്ഷേ ഈ കവിത എഴുതി ഞാനല്ല, ഗിരീഷേട്ടൻ. ഗിരീഷേട്ടൻ എഴുതിയ പാട്ട് ഏതാ? നിന്നെ കണ്ടാൽ നിലാവിൻ മഞ്ഞൾ പോലെ. ബാക്കി പോരട്ടെ. ഇയർ 2003. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ. സിനിമ മിസ്റ്റർ ബ്രഹ്മചാരി. Yes. സിംഗർ സുജാത ആൻഡി. പിന്നെ മ്യൂസിക് മോഹൻ സിത്താര. വെരി ബ്യൂട്ടിഫുൾ സോങ്. ബ്യൂട്ടിഫുൾ സോങ്. ബർത്ത്ഡേ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്താ? ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇത്രയും വലിയൊരു വേദിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതെ. അതന്നെ വലിയൊരു
അല്ലേ? യെസ്. ഇതിലും മീതെ എന്ത് ഗിഫ്റ്റ് വേണം? എസ്തർകുട്ടിയുടെ എത്ര ഫാൻസ് ആണെന്ന് അറിയാം ഇത് കണ്ടോണ്ടിരിക്കണേ. അതെ, ലോകം മുഴുവനും കാണില്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് എസ്തർകുട്ടിക്ക് ബർത്ത്ഡേ ആശംസകൾ നേരാം. യെസ്, സൂപ്പറായിട്ട് കലക്കണം കേട്ടോ. ബിഗ് സെലിബ്രേഷൻ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തനനം തനനം തനനനനനം തനതനനം തനനനനനനം തനനം തനനം തനനനനനം തനതനനം തനനനനനനം. നിന്നെ കണ്ടാൽ നിലാവിൻ മഞ്ഞൾ പോലെ തനനം തനനനനനം തനതനനം തനനനനനനം. നിന്നെ കണ്ടാൽ നിലാവിൻ മഞ്ഞൾ പോലെ മാറിൽ ചാഞ്ഞ തുടിക്കും മേഘം പോലെ കണ്ണിൽ കത്തണതീ പോലെ കടലിൽ പെയ്യണ മഴ പോലെ മഞ്ഞിൽ മേഞ്ഞ സൂര്യൻ പോലെ തെന്നി തെന്നി തളർന്ന മനസ്സിനു നിന്നെ കണ്ടാൽ നിലാവിൻ മഞ്ഞൾ പോലെ മാറിൽ ചാഞ്ഞ തുടിക്കും മേഘം പോലെ. വിരലിൽ തൊട്ടപ്പോൾ എൻ കരളിൽ തൊട്ടപ്പോൾ എന്തിൻ്റെ എന്നുള്ളം പൂന്തുടി കൊട്ടുന്നു. വിരലിൽ തൊട്ടപ്പോൾ എൻ കരളിൽ തൊട്ടപ്പോൾ എന്തിൻ്റെ എന്നുള്ളം പൂന്തുടി കൊട്ടുന്നു. എന്നെ പുണരുമ്പോൾ എല്ലാം പതറുമ്പോൾ മുട്ടിട്ടൊരുവൻ പൂവായി വിരിയുന്നു ഞാൻ പൊന്നേ. സ്വയം എന്നെ ശ്രുതി ചേർക്കാൻ ഞാൻ മറന്നു. നിന്നെ കണ്ടാൽ നിലാവിൻ മഞ്ഞൾ പോലെ മാറിൽ ചാഞ്ഞ തുടിക്കും മേഘം പോലെ. തനനം തനനം തനനനനനം തനതനനം തനനനനനനം തനനം തനനം തനനനനനം തനനനനനം. ചിറകിൽ തൊട്ടപ്പോൾ പൂഞ്ചിമിഴിൽ തൊട്ടപ്പോൾ എന്തിൻ്റെ എൻ മൗനം മാദകമാകുന്നു. ചിറകിൽ തൊട്ടപ്പോൾ പൂഞ്ചിമിഴിൽ തൊട്ടപ്പോൾ എന്തിൻ്റെ എൻ മൗനം മാദകമാകുന്നു. ഞാനാ ഇളനീരിൻ സ്നേഹം മുകരുമ്പോൾ മുത്തിക്കുളിരും ചുണ്ടിൽ മധുരക്കൽ കണ്ടും ഞാൻ അണിയാനും നുണയാനും നീ വരില്ലേ. നിന്നെ കണ്ട നിലാവിൻ മഞ്ഞൾ പോലെ മാറിൽ ചാഞ്ഞ തുടിക്കും മേഘം പോലെ കണ്ണിൽ കത്തണതീ പോലെ കടലിൽ പെയ്യണ മഴ പോലെ മഞ്ഞിൽ മേഞ്ഞ സൂര്യൻ പോലെ തെന്നി തെന്നി തളർന്ന മനസ്സിനു നിന്നെ കണ്ട നിലാവിൻ മഞ്ഞൾ പോലെ മാറിൽ ചാഞ്ഞ തുടിക്കും മേഘം പോലെ. തനനനനനം തനതനനം തനനനനനനം തനനം തനനം തനനനനനം തനതനനം തനനനനനം തനനം തനനം തനനനനനം തനതനനം തനനനനനം തനനം തനനം തനനനനനം തനതനനം തനതനനനനം. ദ ബർത്ത്ഡേ ഗേൾ, എന്തോ എന്താണെന്ന് സെലിബ്രേഷൻ എങ്ങനെയാ? സെലിബ്രേഷൻ എങ്ങനെയാന്ന് വെച്ചാ അമ്മയൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല.
എല്ലാം സർപ്രൈസ്. വീട്ടിൽ പോണം. വീട്ടിൽ പോയിട്ട് അവിടെ അമ്മേന്റെ അനിയത്തിയും മോളും എന്റെ ചേച്ചി വന്നിട്ടുണ്ട്. ആ. ചേച്ചി പിന്നെ മമ്മി, അമ്മേന്റെ അമ്മ, ഉം. ഡാഡി അവരൊക്കെ ഉണ്ട്. ഓ എല്ലാവരും വരുന്നുണ്ടെന്ന് ആ. ആ അല്ലേ? വന്നിട്ടുണ്ട്, വീട്ടിലുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പോയി ഒന്ന് പുറത്തൊക്കെ പോയി സെലിബ്രേറ്റ് ചെയ്യാന്ന്. ഗുഡ് ഗുഡ്. ആഹാ. ഹാവ് എ ഗ്രേറ്റ് സെലിബ്രേഷൻ. അപ്പൊ ഇന്ന് മോള് ഒരു എക്സ്ട്രാ ഹാപ്പിയാണ്. നല്ല നല്ല പ്ലസന്റ് ആയിട്ട് പാടി മോള് താങ്ക് യു. ത്രൂ ഔട്ട് ദ സോങ്. ചില സമയത്ത് ഇങ്ങനെ ഒരു വാട്ടം കാണാറുണ്ട്, പക്ഷെ ഇന്ന് വളരെ പ്ലസന്റ് ആയിരുന്നു. ത്രൂ ഔട്ട് ദ സോങ് നല്ല എൻജോയ് ചെയ്ത് പാടിയിട്ടുണ്ട് മോള്. താങ്ക് യു. കേട്ടോ? ചില പോർഷൻസ് നല്ല ഹൈലൈറ്റ് ചെയ്ത് പാടിയിട്ടുണ്ട് മോള്. പല്ലവിയൊക്കെ കുറച്ചും കൂടി നന്നാവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടി ഒരു ഇൻവോൾവ്മെന്റ് അതിൽ കൊണ്ടുവന്നിരുന്നു വെച്ചാൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി എനിക്ക്. അത്രേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നും പറയാനില്ല. ത്രൂ ഔട്ട് ദ സോങ് നല്ല പ്ലസന്റ് ആയിരുന്നു മോള്. താങ്ക് യു സർ. എസ്തർ ബേബി. ഷോ ഇനി ബേബി എന്ന് വിളിക്കാൻ പറ്റുമോ? കൊറേ പ്രായമായില്ലേ, ഇന്ന് ബർത്ത്ഡേ അല്ലേ? കൊറേയോ? ആ എത്രയായി? 11. 11. അതൊക്കെ ഒരു പ്രായമാണോ? 11 കുഞ്ഞാവയാണ് നമ്മുടെ എസ്തർ ബേബി. അപ്പൊ ഇനിയും എസ്തർ ബേബി തന്നെ വിളിക്കാം അല്ലേ? യെസ്. അപ്പൊ മിടുക്കിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് നല്ലൊരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഉള്ള പോലെ ഫീൽ ചെയ്തു. ഒരുപാട് സ്ഥലത്ത് നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടുന്നുണ്ടായിരുന്നു എസ്തർ ബേബി കേട്ടോ. അതുപോലെ ഈ കോസ്റ്റ്യൂമില് നിലാവിൻ മഞ്ഞൾ പോലെ എന്ന് പറയുമ്പോൾ മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാടുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു കാണാൻ വേണ്ടി. ആ ടിയാറയും ഇവിടെ ഉടുപ്പൊക്കെ തിളങ്ങിക്കൊണ്ട് കാണാൻ നല്ല സുന്ദരിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. താങ്ക് യു മിടുക്കി. മാം. എനിക്ക് ഒരുപാട് മെമ്മറീസ് വന്നു ഈ പാട്ട് കേട്ടപ്പോ. ഒന്ന് മിസ്റ്റർ ബ്രഹ്മചാരി എന്ന് പറഞ്ഞ പടം. ആ പടത്തിൽ MJ സർ ലാലേട്ടൻ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് ഒറ്റയ്ക്ക് ചുമന്നു പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് ബെറ്റ് വെച്ചിട്ട്. അപ്പൊ ആ സീനൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഈ പടം കണ്ടതും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. അത് കൂടാതെ ഇത് മോഹനം രാഗം, ഈ പാട്ടിന്റെ രാഗം മോഹനം. നമ്മുടെ നിന്നു കോരി വർണ്ണം വർണ്ണം ഓർമ്മ വന്നു. ആ പാട്ട് ഓർമ്മ വന്നു. അതുപോലെ മോഹനം വർണ്ണം, ഞാൻ ആദ്യം പഠിച്ച വർണ്ണം മോഹനം വർണ്ണമാണ്. സ്വാഗതം കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു പാട്ട് ഓർമ്മ വന്നു. ഈ രാഗത്തിന്റെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉള്ള ഒരു പാട്ടും കൂടെയാണ് ഈ ഒരു പാട്ട്. അപ്പൊ എനിക്ക് പഠിക്കുന്നില്ലേ പാട്ട് എസ്തർകുട്ടി? പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. എവിടം വരെ എത്തി പഠിച്ചിട്ട്? രാഗമൊന്നും എത്തിയിട്ടില്ല, ഗീതമൊക്കെ എത്തിയിട്ടുണ്ട്. ഗീതമാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു എസ്തർകുട്ടി കുറച്ചും കൂടെ ഈ പാട്ടുകളൊക്കെ ഈ രാഗത്തിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ പാട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. ഒരുപാട് നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് എവിടേക്കോ അതിന്റെ ആ ഒരു ഫ്ലേവർ, മോഹനം രാഗത്തിന്റെ ആ ഒരു ഫ്ലേവർ ചെറുങ്ങനെ ഒന്ന് മിസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ബർത്ത്ഡേ ആയതുകൊണ്ടാണോ അമ്മേനെ നോക്കണേ? ഞാൻ ശരിക്കും പാടണ്ടോ? ഞാൻ ശരിക്കും പാടണ്ടോ അമ്മേനെ ഇങ്ങനെ നോക്കണേ? ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ ഇങ്ങനെ നോക്കുന്ന പോലെ ഫീൽ ചെയ്തു എനിക്ക്. അത് വേണ്ട കേട്ടോ, നമുക്ക് ക്യാമറയിൽ തന്നെ നോക്കി പാടാം കേട്ടോ. അപ്പൊ എനിക്ക് ഓവറോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫ്ലേവർ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നി. പിന്നെ തോന്നിയത് നിന്നെ കണ്ടാൽ എന്ന് പറഞ്ഞ ആ ഭാഗത്ത്, ആ കണ്ടാൽ ആ തുടങ്ങിയപ്പോ തന്നെയുള്ള അതിന്റെ ഒരു ക്ലാരിറ്റി കുറച്ച് കുറവായിരുന്നു. പിന്നെ ഒരു ഡൗട്ടും കൂടെ ചോദിക്കട്ടെ, വാമപ്പ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എന്താ ചെയ്യാറ്? സസ്റ്റൈനൻസ് ചെയ്യാറുണ്ട്, പിന്നെ താരസ്ഥായി ചെയ്യും. അതല്ലേ ഇവിടെ ഇപ്പൊ പാടാൻ പോണേന് മുന്നേ എന്ത് വാമപ്പാ ചെയ്യാറ്? സസ്റ്റൈൻ നോട്ട്സ് ഒന്ന് ജസ്റ്റ് സസ്റ്റൈൻ നോട്ട്, ലിപ് ഡ്രില്ലൊക്കെ ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ തലകുത്തിക്കാറുണ്ട്. ഒന്ന് വാമപ്പാവാൻ വേണ്ടി. എനിക്ക് തോന്നിയത് ആ പല്ലവി അനുപല്ലവി ഒരു മിഡിൽ ആയപ്പോഴത്തേക്കാണ് ത്രോട്ടൊന്ന് ഓക്കെ ആയി വന്നത് എന്ന് ഫീൽ ചെയ്തു എനിക്ക്. അപ്പൊ നമ്മൾ എപ്പോഴും പാട്ട് പാടാൻ തുടങ്ങുന്നതിന്, നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ത്രോട്ടൊക്കെ വാമപ്പ് ചെയ്ത് അതിന്റെ ആ ഒരു കറക്റ്റ് ഒരു ചൂടൊക്കെ കൊടുത്ത് ഒരു കറക്റ്റ് രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയായിട്ട് പാടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും എസ്തർ ബേബിക്ക് പാടാന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഒരു സജഷൻ കൂടെ ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ സൂപ്പർ ആയിരുന്നു എസ്തർ ബേബി കേട്ടോ. മിടുക്കിയായിട്ട് പാടി, മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് വൺസ് മോർ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇത് ശരിക്കും മഞ്ഞയാണോ? ഒരു പേസ്റ്റൽ കളർ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. മഞ്ഞ തന്നെ തീരുമാനമായോ? ഉറപ്പിച്ചു. ആ തീരുമാനം പാട്ടിലും ആ തീരുമാനം ഉള്ള ഒരു ഇടമുണ്ട്. അതെവിടെയാണ്? മഞ്ഞൾ പോലെ തെന്നി തെന്നി തളർന്ന മനസ്സിലല്ല തളർന്ന മനസ്സിൽ എന്നാണ് പാട്ടിൽ വരണേ അല്ലേ? തക്കത്തിന്ന താ തക്കത്തിന്ന താ തക്കത്തിന്ന തകത്തിന്ന തക്കിട്ട 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 താ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതേ തീരുമാനം, ഇതിനാണ് തീരുമാനം എന്ന് പറയാ ഋതത്തില്. കൺക്ലൂഷനാണ്. തകതിന്ന താ തകതിന്ന താ തകതിന്ന തകതിന്ന തക്കിട്ട 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 താ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങും അല്ലേ? അപ്പം ആ തളർന്ന മനസ്സിൽ അതുപോലെ ഒന്ന് പാടിത്തരാമോ? തളർന്ന മനസ്സിനു
തളർന്ന മനസ്സിനു തരത്ത തരതിരിത്. തളർന്ന മനസ്സിനു ആ തിന്നണതും അതുപോലെ തിന്നണം. തെന്നി തെന്നി തളർന്ന മനസ്സിനു. ആ അപ്പൊ റിതമിക്കായിട്ട് പാടണമെന്ന് മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ തീരുമാനം. പോലെ പോലെ അതൊക്കെ കൃത്യമായിട്ട് കുറച്ചുകൂടെ ഫോഴ്സ്ഫുൾ ആയിട്ട് പാട്. കമോൺ. നിന്നെ കണ്ടാൽ നിലാവിൻ മഞ്ഞൾ പോലെ. ആ റിതമിക് അങ്ങനെ. നിന്നെ കണ്ടാൽ നിലാവിൻ മഞ്ഞൾ പോലെ. മാറിൽ ചാഞ്ഞാൽ തുടിക്കും മേഘം പോലെ. അങ്ങനെ ഈ താളാത്മകമായിട്ട് പാടിയാൽ മാത്രമേ ഈ പാട്ട് നമ്മൾ എവിടെ എത്തിക്കണമോ അവിടെ എത്താൻ പറ്റുള്ളൂ അല്ലേ? വിരലിൽ തൊട്ടപ്പോൾ അതെങ്ങനെയാ പാടിയേ? വിരലിൽ തൊട്ടപ്പോൾ എൻ കരളിൽ തൊട്ടപ്പോൾ. ഓക്കെ, അത് തൊട്ടു, വിരലിലും തൊട്ടു കരളിലും തൊട്ടു. വിരലിൽ തൊട്ടപ്പോൾ അതും ഋതമിക്കാവണം. എനിക്ക് മനസ്സിലാവാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് സ്വയം എന്നെ ശ്രുതി ചേർക്കാൻ ഞാൻ മറന്നു എന്നുള്ളത്. അത് എന്താണ് അതിന്റെ നോട്ട്? മുട്ടിട്ടൊരുവൻ പൂവാരിരിയുന്നു ഞാൻ പൊന്നേ. സ്വയം എന്നെ ശ്രുതി ചേർക്കാൻ ഞാൻ മറന്നു. അങ്ങനെയാണോ? സ്വയം എന്നെ ശ്രുതി ചേർക്കാൻ ഞാൻ മറന്നു. ആ ഓക്കെ, അത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നേരത്തെ പാടിയപ്പോ മനസ്സിലായില്ല. ഇപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ മനസ്സിലാക്കി തരണ്ടേ എന്നൊരു സംശയം എന്റെ മനസ്സിലുണ്ട്. അപ്പൊ എന്നെ മനസ്സിലാക്കി തരണേ കേട്ടോ. എന്തെങ്കിലും മനസ്സിലായോ? എല്ലാം മനസ്സിലായല്ലോ അല്ലേ? എനിക്കും എല്ലാം മനസ്സിലായി. അപ്പൊ റിതമിക്കായിട്ട് പാടണം. ചില നോട്ട്സ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അതിന് ക്ലാരിറ്റി വേണം. അപ്പോൾ എല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്കും ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു അന്ന് പാടിയത്. ചന്തം ഉണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ഗേളിനെ കാണാനായിട്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ ആ ചന്തവും ഈ ചന്തവും കൂടെ ഏറെ വരുമ്പോഴും അത് ഒരു ഗംഭീര ചന്തമായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ ബർത്ത്ഡേ കുട്ടി എന്തോ ഇന്നത്തെ ബർത്ത്ഡേ മാർക്ക് അറിയണ്ടേ? ആ എത്രയുണ്ടാവും പറയട്ടെ, ഞാൻ ടെൻഷൻ അടിപ്പിക്കുന്നില്ല, ബർത്ത്ഡേ അല്ലേ. ഓക്കെ, സോ യുവർ സ്കോർ ടുഡേ ഈസ് 97 ഔട്ട് ഓഫ് 100. നിലാവിൻ മഞ്ഞൾ പോലെ. എസ്തർ ബേബി, എന്തോ ഇപ്പൊ ഞാൻ എന്ത് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ മനസ്സ് മൊത്തം അവിടെ പോയി അടിച്ചു പൊളിക്കുന്നതിലാണ്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. എല്ലാരോടും അന്വേഷണം പറയണം കേട്ടോ. ബൈ ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ക്യാപ്റ്റൻ യെസ്, ഇത് കേട്ടിട്ടില്ലേ? എന്ത്? മുറ്റത്തെ മുല്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല. മണമില്ല. ആ മണമില്ല. ആ, അതാരെ പറ്റിയാണ്? മീനൂട്ടൻ. അതെന്താ എനിക്ക് മണത്തിനൊരു കുറവ്? അത് മാത്രമല്ല വേറെണ്ണം കൂടെ ഉണ്ട്. എന്താ? മുല്ലപ്പൂവും പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം. കല്ലാണ് ചേച്ചി. ഈ പഴഞ്ചൊല്ലൊക്കെ ഇപ്പൊ ഇവിടെ പറയാ. എന്റെ മക്കളിൽ ആരാണ് മുല്ലപ്പൂ, ആരാണ് കല്ല്? ഞാൻ മുല്ലപ്പൂ. എന്താ സംശയം? ആണോ? അവളുടെ അഭിപ്രായം ഞാൻ അങ്ങനെ എല്ലാം തുറന്നു പുറത്ത് പറയുന്നത്. കഠിന ഹൃദയ ഞാൻ പറഞ്ഞില്ലേ? കഠിന ഹൃദയെന്നല്ല, എനിക്ക് അങ്ങനെ ഒന്നും പിടിച്ച് മേടിച്ച് വാങ്ങിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. കല്ലിനിപ്പോ എന്താ ഒരു കുഴപ്പം? അയ്യോ, ഒത്തിരി മണമുള്ള നമ്മുടെ മുറ്റത്തെ മുല്ലയെ വിളിച്ചാലോ? ആ വിളിക്കാം. ഒറ്റയ്ക്കല്ല വരാൻ പോകുന്നത്, കൂടെ ഒരു ലോഡ് ആൾക്കാരുമായിട്ടാണ് വരുന്നത്. നമുക്കൊരു ഫാമിലി റൗണ്ട് കണ്ടാലോ? മുല്ലപ്പൂ കുടുംബം. അക്കൈതി കുട്ടി ആൻഡ് ഫാമിലി. ലെറ്റ്സ് വെൽക്കം അക്കൈതി ഓൺ സ്റ്റേജ്. എവിടെ എനിക്ക് ഫാമിലി റൗണ്ട്. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. അമ്മ അച്ഛനെ അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോണെന്ന് ഓർത്ത് ആ ടെൻഷൻ എനിക്കും ഉണ്ടായി. എന്നിട്ട് അവര് തെറ്റിച്ചോ? ഇല്ല, അവര് തെറ്റിക്കാന്ന് വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിച്ച് എൻ്റെ പാട്ട് കൊളായി. പാട്ട് തെറ്റിച്ചാ? തുടക്കം തന്നെ തെറ്റി. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കാണ്ട് പോയി പാടാ. ഫാമിലി അവരുടെ പണി ചെയ്തോളൂ, നീ നിന്റെ പണി ചെയ്താൽ മതി. ദേ വരുന്നു മമ്മൂക്കും ഗോപിക എന്ന് പറഞ്ഞിട്ടാ നടക്കുന്നത്. ഞാൻ നീ ചെല്ലു, നീ പോയി പാടിട്ടോ. You look so smart today. ഒരു വെറൈറ്റി ഉണ്ട് ഗീതി കുട്ടീനെ കാണാൻ. മുടി വെട്ടിയോ? മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നേ ഞാൻ വെട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാ ഇങ്ങനെ ഒരുമാതിരി ഡ്രൈ ആയിട്ടുള്ള മുടിയാ. അപ്പൊ അത് സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നല്ലതാണോ? അല്ല, നല്ലതാണോന്ന് എനിക്കറിയില്ല. രസമുണ്ട്. രസമുണ്ടോ? താങ്ക് യു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എപ്പോഴും പറയും രസമുണ്ട്. എന്ത് ചോദിച്ചാലും രസമുണ്ട്. അപ്പൊ ഇത് രസമുണ്ട്. രസം 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 രസം. അപ്പൊ ഇന്ന് രസമുണ്ട് എന്നുള്ള പാട്ട് ഏതാ? മുറ്റത്തെ മുല്ലേ ചൊല്ലിയ.
അതാണ് ഈ മുല്ല കണക്ഷൻ. മുല്ല കണക്ഷൻ. നല്ല റിത്മിക് സോങ്. റിത്മിക് സോങ്. യെസ്. അപ്പൊ ഡീറ്റെയിൽസ്. ലിറിക്സ് വയലാർ ശരത് ചന്ദ്രവർമ്മ സാർ, മ്യൂസിക് അലക്സ് പൗൾ സാർ, പാടിയത് യേശുദാസ് സാർ, വർഷം 2007, മൂവി മായാവി. യെസ്. കേൾക്കാൻ പാട്ട് റെഡി. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഒന്നൊന്നും മിണ്ടിടാതെ കാതോരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നാരോ. പേരില്ലേ നാളില്ലേ എന്താണെന്ന് ഏതാണെന്ന് എന്തെന്നോ ഏതെന്നോ മിണ്ടാനെന്ന് നിന്നില്ലെന്നു. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. കയ്യെത്തും ദൂരെയില്ലേ, ദൂരത്തോ മേയുന്നില്ലേ, മേയുമ്പോഴെല്ലാം നുള്ളും നാടോടിയല്ലേ. നാടോടിപ്പാട്ടും പാടി ഊഞ്ഞാലും നാടുന്നില്ലേ, ആടുമ്പോൾ കൂടെയാടാൻ പെണ്ണേ നീയല്ലേ. കള്ളിപ്പെണ്ണിന്റെ കള്ളക്കണ്ണിന്ന് മിന്നിച്ചിന്നേ. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. മഞ്ഞത്ത് ചൂടും തേടി തീരത്തായോടുന്നില്ലേ, തീരത്തെ ചെമ്പിന്നിലെ ആറാടുന്നില്ലേ. ആറാട്ടു തീരും നേരം മൂവാണ്ടൻ മാവിൻ കൊമ്പിൽ ചോദിക്കാതൊന്നും താനെ ചായുന്നോനല്ലേ. കണ്ടിട്ടുണ്ടല്ലേ മഴക്കാറ്റില്ലേ കൊഞ്ചിക്കുന്നില്ലേ. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഒന്നൊന്നും മിണ്ടിടാതെ കാതോരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നാരോ. പേരില്ലേ നാളില്ലേ എന്താണെന്ന് ഏതാണെന്ന് എന്തെന്നോ ഏതെന്നോ മിണ്ടാനെന്നോ നിന്നില്ലെന്നു. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. എനിക്ക് വയ്യ ഒരേ റൊമാൻസ്. എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നിട്ടുള്ള ബിഗസ്റ്റ് ഫാമിലി യെസ്. അതെ. അതിന് രസമുണ്ട്. ആഹാ. എല്ലാവരുടെയും കൂട്ടായ്മ. എത്ര ബസ്സിലാ വന്നത്? ട്രാവലറും ഒരു കാറുമായിട്ട് അതാണ്. എന്റെ അമ്മോ, 23 പേരുണ്ട്. അത് രസമുണ്ട്. അമ്മോ. രസമുണ്ട്. കുട്ടി, ഇവരെല്ലാവരും ഒരു വീട്ടിലാണോ താമസിക്കുന്നത് അതോ ഡിഫറെന്റ് വീടുകളാണോ? വീട്ടിലല്ല. അല്ല, ഇത് കണ്ടപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാനൊക്കെ താമസിച്ചിരുന്ന തറവാട്ടിലായിരുന്നു, ഗുരുവായൂർ.
അപ്പൊ ഒരേ സമയത്ത് ഞങ്ങള് ഒരു 10-40 പേരുണ്ടാവും ഒരു വീട്ടിൽ തന്നെ, വീട്ടില്, ഒരു തറവാട്ടില്. ഓ ശരിക്കും ഇത് കണ്ടപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നത്. അനവധി വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുന്ന സമയത്ത്. അപ്പൊ ഇപ്പോഴും ആ ഒരു സിസ്റ്റം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാണ്. കൂട്ടുകുടുംബം ഇപ്പൊ കൂട്ടുകുടുംബം. ന്യൂക്ലിയർ ഫാമിലി ആയല്ലോ ഇപ്പൊ. അതെ. എന്റെ ഫാമിലി ഫ്രണ്ട്സും എന്റെ ചേട്ടന്റെ ഭാര്യയും ചേട്ടന്റെ മക്കളും ഉള്ളത്. ഓക്കെ. അപ്പൊ എന്തായാലും പരിചയപ്പെടുത്തുമോ ഇത്രയും വലിയൊരു എല്ലാവരും? ഫാമിലി കണ്ടപ്പോ വലിയ സന്തോഷമായി. അതെ. ഫാമിലി മാതിരി തന്നെയാണ് ഞങ്ങള്. വളരെ Friends റെയർ ആയിട്ട് ആണെങ്കിലും കാണുന്ന ഒരു സംഭവമാണ്. ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങളെ എപ്പോഴും മിങ്കിൾ ചെയ്ത് ഞങ്ങളെ എല്ലാ കൂട്ടായിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരുമിച്ചാണ് അതെ. എപ്പോഴും വളരെ ഒരുമിച്ചാണ്. സന്തോഷം. യെസ്. ആഹാ, പരിചയപ്പെടുത്തോ എല്ലാവരുടെയും പേരൊന്ന് പറയാവോ? എൻ്റെ പേര് ഭവീഷ് എന്നാണ്. എൻ്റെ ആത്മസുഹൃത്താണ് ബിജോയ്. ആഹാ. ബിജോയിന്റെ അക്കുമോൾക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങളോട് വന്നത്. ആഹാ. താങ്ക് യു. എൻ്റെ പേര് ഹസ്ന, അവരുടെ ഭാര്യയാണ്, ഭവീഷിന്റെ ഭാര്യയാണ്. എൻ്റെ പേര് അമൻ. ഞാൻ നാലാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. ആ, ഓ മിടുക്കൻ. ആ, അത് നല്ല മിടുകൻ. രസമുണ്ട്. എൻ്റെ പേര് ബബിത്ത്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് അക്കു. ഞാൻ കോഴിക്കോട് സഹകരണ വകുപ്പിൽ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ആഹാ. 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 എൻ്റെ പേര് രമ. എൻ്റെ ആ, ബാക്കി പറഞ്ഞോ. മറന്നു പോയി. മോളാണ്. വല്യമ്മയാണ്, അഗൈതിന്റെ വല്യമ്മയാണ്. ഓക്കെ, ശരി. ആ എൻ്റെ പേര് രമ്യ. ഉം. അഗേതിയുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയാണ്. ഓക്കെ. എൻ്റെ പേര് ശ്രീലക്ഷ്മി. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് അക്കു. ഓക്കെ. അക്കുസ്. അക്കു. എൻ്റെ പേര് ശങ്കരി. എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് അക്കു മേമ. ആണല്ലേ? അക്കുമേമ. എൻ്റെ പേര് ധന്യ. എൻ്റെ അനിയത്തിയാണ് അഗൈതി. ആ, അനിയത്തിയാണോ ഗൈതി? ആ, ചേട്ടന്റെ ഓക്കേ. മോളാണ്, കസിനാണ്. ഓക്കെ. എൻ്റെ പേര് സനൽ. ഇന്ത്യ അനിയത്തിയാണ്, അതേപോലെ തന്നെ. ഓ സലീം കുമാർ. സനൽ സനൽ ശ്രാങ്ക് സനൽ എന്നുള്ളൂ. അല്ലേ? ശ്രാങ്ക് അല്ലേ ആ കഥാപാത്രത്തിന്റെ പേരല്ലേ? സലീം കുമാർ. ശ്രാങ്ക്. നന്നായി. രസമുണ്ട് കേട്ടോ. ജുബൊക്കെ Thank you. ചെയറൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പേര് ദിവ്യ. ആ. എൻ്റെ ഹസ്ബൻഡ് ബബിത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വിജി ചേട്ടൻ. വിജി ചേട്ടന്റെ മകളാണ് അക്കു. ഓക്കെ. മീനൊക്കെ വിറ്റ് തീർക്കാൻ പറ്റിയോ? ഇല്ല, ഇല്ല, അതുകൊണ്ട് ചേട്ടനെ ഒരൊറ്റ അടി മീനെടുത്തിട്ട്. എൻ്റെ പേര് കിരൺ. എൻ്റെ കസിനാണ് അഗൈതി. ഓക്കെ. എൻ്റെ പേര് രാഹുൽ. ഞങ്ങളെ ഏറ്റവും ചെറിയ അനിയത്തിക്കുട്ടിയാണ് അക്കു. അക്കു. ഓ എൻ്റെ പേര് കാർത്തിക്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് അക്കു. ആ. ഈ പാട്ട് കാണാനാണ് ഞാൻ വന്നത്. ഓക്കെ. ആ. മിടുകൻ. അക്കുവിന് നല്ല ഇടി കൊടുക്കാറുണ്ടോ? എൻ്റെ പേര് തഫ്ഷാന ഷീഖ. ഇല്ല. എൻ്റെ പപ്പൻ്റെ ഫ്രണ്ട്. ഓക്കെ. എൻ്റെ പേര് മാളവിക. അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മോളാണ്. ആ. എൻ്റെ പേര് കൈലാസ്. അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മോളാണ്. എൻ്റെ പേര് ആലയ. എന്താണ് ഒരു നാളും? പറഞ്ഞോ. ഓക്കെ, മതിയടാ. അലൻ പറഞ്ഞോ, കുഴപ്പമില്ല. ഇല്ല, ചേച്ചി പറഞ്ഞോ, കുഴപ്പമില്ല. ആ. എൻ്റെ പേര് റംസീന, ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്. എൻ്റെ പേര് അർഷാദ്, വിജയന്റെ ഫ്രണ്ടാണ്. ഓക്കെ. ഞാൻ ഷിഖ്സൈഖാനാണ്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണെങ്കിൽ. ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓ UKG ജയിച്ചു. വലിയ കുട്ടിയായി. അതെ. What a beautiful family. യെസ്. എനിക്കത് എല്ലാവരും സൂപ്പർ പെർഫോമൻസ്. അതെ, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അത് മാത്രമല്ല, നിങ്ങൾ പേരും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഫ്രണ്ട്സിനേക്കാൾ ഉപരി ഫാമിലി ആയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ പേരും ഓരോന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഉണ്ടായി, പാട്ട് കഴിഞ്ഞിട്ടും റൊമാൻസ് തുടർന്ന് പോയി കൊണ്ടിരുന്നു. അതെ, അതെന്താ ഒരു ഉണ്ണിയങ്കളെ. ചേട്ടനും ചേച്ചി ഇവിടെ വന്നിരുന്നിട്ട് ചേട്ടൻ മാക്സിമം പിടിച്ചെടുത്താണ്. ഞാനൊക്കെ ചേച്ചി അവിടെ കിടന്ന് അയ്യോ, ബാക്കി ഉണ്ടായിരുന്നോ ഇനി? എന്തൊക്കെയോ ഉണ്ടായിരുന്നു, കുറച്ച് മിസ്സായി. എന്തായിരുന്നു എൻഡില്? സബ്സൈഡ്സിൽ ഇരിക്കുന്ന ടൈമിന് വിളിക്കുന്നുണ്ട് അവരെ എല്ലാവരും. ആ സീൻ അതിനൊന്നും സമയം കിട്ടിയില്ല. ഓക്കെ. അതിന് മുന്നേ അഭിനയിച്ചു. അതിനു മുന്നേ അഗൈതിയുടെ അമ്മ എഴുന്നേറ്റ് പോയി. സൈക്കിളെന്നൊക്കെ ചേച്ചി ചാടി ഇറങ്ങി. കൈവിട്ട് പോയി അത്. അതെ. എന്തായാലും മകളുടെ പാട്ടിന് ഒരു ഐസിങ് ഓൺ ദ കേക്ക് ആയിരുന്നു അത് സത്യത്തിൽ. അത് വളരെ സുന്ദരമായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് ഇരുന്നോട്ടെ. അക്കു, എന്തോ അങ്ങനെ ഒത്തിരി സന്തോഷമായല്ലേ? എല്ലാവരും വന്നല്ലോ അല്ലേ? അതാണ് സന്തോഷം. ഇത്തരത്തില് നമ്മുടെ ഒന്നിച്ചു കൂടുമ്പോഴുണ്ടാവുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറുതല്ല അല്ലേ? അത് ആഘോഷമാണ്. ആ ആഘോഷം ഈ പാട്ടിലുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ആ, എനിക്ക് കുറച്ച് കൂട്ടണം തോന്നിയ ഒരു സംഭവമുണ്ട്. അതെന്തായിരിക്കും? എന്താ? കുറുമ്പ്. കുറുമ്പ്. ഈ പാട്ടിന് ഒരു കുറുമ്പ് വേണം പാടുമ്പോ.
ഒരു 150 ഗ്രാം കൂട്ടാൻ പറ്റുമോ? ഇപ്പൊ ഇതിന്റെ താളം 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 എന്നാണെങ്കിൽ ഒരേപോലെ ഇങ്ങനെ നൂല് വലിച്ച പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അല്ലേ? ഞാൻ അതേ സമയത്ത് 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 എന്ന് പറയുമ്പോൾ അത് രസമുണ്ട് അല്ലേ? അടുത്തത് 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി രസമുണ്ടോ ഇല്ലേ? ഒരു രസം വരുന്നുണ്ടല്ലോ, ഒരു പാറ്റേൺ വരുന്നുണ്ട്, ഒരു പാറ്റേൺ അല്ലേ? അപ്പം തന്നന്നാ തന്നാനാന തക്ക തക്ക ഇതാണ് അതിന്റെ അത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അതല്ലേ തക. ആ തക കറക്റ്റ് ആയിരിക്കണം. ആ കുറുമ്പ് കുറച്ചും കൂടെ 1 2 3 4 മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നിത്തും തമ്പ്രാനാരോ. ആ വന്നെത്തും തമ്പ്രാനാരോ വളരെ നന്നായിരുന്നേ. അവിടെ മെലഡി ഉണ്ട്. ആ മെലഡി അങ്ങനെ കൊണ്ടുവന്ന് നല്ലതാണ്. പക്ഷെ മറ്റേതെല്ലാം അങ്ങനെ തന്നെ വരും. ഒന്നൊന്നും മിണ്ടിടാതെ അത് അതിന് കുറുമ്പ് വേണം. ഒരു 300 ഗ്രാം കൂട്ടിക്കോ. മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നിത്തും തമ്പ്രാനാരോ. ഒന്നൊന്നും മിണ്ടിടാതെ കതോരം തന്നിടാതെ എങ്ങിങ്ങോ മായുന്നാരോ. പേരില്ലേ നാളില്ലേ എന്താണെന്ന് ഏതാണെന്ന് എന്തെന്നോ ഏതെന്നോ മിണ്ടാനെന്ന് നിന്നിയില്ലെന്നോ മുറ്റത്തെ. അവിടെ കൺക്ലൂഷൻ അങ്ങനെ നിൽക്കണം. ആ കമോൺ അത് മാത്രം പാടൂ. 1 2 3 4 മിണ്ടാനെന്നും നിന്നിയില്ലെന്നോ മുറ്റത്തെ മുല്ലേ അബ്രപ്റ്റ് ആയിട്ടുള്ള കട്ടായിരുന്നു. മുറ്റത്തെ ആ ഒരു കട്ട് ഫീൽ ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കുറച്ച് കുറുമ്പ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറുമ്പിയായിട്ട് മാറാം. ഈ പാട്ടില് കുറുമ്പിന്റെ ഒരു കളിയും നമുക്ക് കാണാൻ പറ്റും. അത് വേണം. അപ്പൊ ഈ പാട്ടിൽ എന്ത് കൂട്ടണം? കുറുമ്പ്. ആ കുറച്ച് കുറുമ്പ് കൂട്ടി കാണിച്ചു കൊടുക്കുവോ ക്യാപ്റ്റൻ? അഖേതി കുട്ടി എന്തോ നല്ല മിടുക്കിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മൊത്തത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ സ്റ്റേജ് മുഴുവൻ അഖേതി കുട്ടിയുടെ ഫ്രണ്ട്സും ഫാമിലിയും കസിൻസും ഒക്കെ ആയിട്ട് എല്ലാരും വന്ന് സ്റ്റേജിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നത് നിറഞ്ഞു നിന്നു. അതെ, ഇത്ര ഫില്ലായിട്ട് ഞാൻ ഈ സ്റ്റേജിനെ ആദ്യമായിട്ട് കാണാം. ഒരുപാട് പേര്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചരണത്തിലെ ആറാട്ട് തീരും നേരം മൂവാണ്ടൻ മാവിൻ കൊമ്പിൽ എന്ന് പറഞ്ഞ ആ വരി പാടിയല്ലോ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓവറോൾ എനിക്ക് തോന്നി പാട്ടിലുള്ള ശ്രദ്ധ കൂടിയിട്ടുണ്ട്. ഓവറോൾ ആ ബ്രെത്തിലുള്ള എന്താ പറയാ ബ്രെത്ത് കുറച്ചും കൂടെ ബ്രെത്ത് കപ്പാസിറ്റിയും കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് എന്ന് തോന്നി കേട്ടോ. മൊത്തത്തിൽ അതൊക്കെ നല്ല പ്രോഗ്രസ് ആയിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തോന്നിയത് അഖേതി കുട്ടിയുടെ കുറച്ചൊരു ഒരു എയറി വോക്കൽസ് ആണ്. അപ്പൊ ആ ഒരു എയറി വോക്കൽസ് ആവുമ്പോ എന്ന് പറഞ്ഞാല് ഈ സെന്റൻസുകളുടെ അവസാനം എത്തുമ്പോഴത്തേക്ക് ശ്വാസം കിട്ടിയെന്ന് വരില്ല. ബ്രെത്ത് കുറഞ്ഞു 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 വരും. ആ ടെയിലൊന്നും ആ വാലറ്റൊന്നും കിട്ടാതെ ആവും. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രസമായിരിക്കും തോന്നി. അപ്പൊ അതിനായിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. മിടുക്കിയാണേ, മിടുക്കിയാണ്. നല്ല പ്രോഗ്രസ് ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല പ്രോഗ്രസ് ഉണ്ട്. കീപ് ഗോയിങ്, ഇതുപോലെ പോട്ടെ കേട്ടോ. മിടുക്കി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. MJ പറഞ്ഞ മാതിരി കുറച്ച് ജോയ്ഫുൾ മൂഡിൽ പാടിയാൽ ഈ പാട്ട് കുറച്ചും കൂടി ഭയങ്കര രസമായിരിക്കും. മോളെ എന്ത് ചെയ്തിച്ചാൽ മോളുടെ ഫാമിലി കംപ്ലീറ്റ് പിന്നാലെ ബിസി ആയിരുന്നു. അവർ എന്തൊക്കെയാ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കേണ്ടി തോന്നുന്നു പിന്നാലെ, അല്ലേ? ആലോചിച്ചിരുന്നോ? ഇല്ലേ? ആരെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ, ഞാൻ ഇവിടുന്ന് പാട്ട് പാടുന്നത്. അതെ, പക്ഷെ പാടിയത് വളരെ നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. ആ ഒരു സീരിയസ്നെസ് കൊടുക്കാതെ നല്ല ജോയ്ഫുൾ ആയിട്ട് ആ റിത്തമിന്റെ മേലെ കയറി സഞ്ചരിച്ചാൽ കുറച്ചും കൂടി ഒരു ഭംഗിയായേനെ എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഓക്കെ, അപ്പൊ ആ നോട്ടിനെസ് എപ്പോഴും ഇങ്ങനത്തെ പാട്ടിലെ നോട്ടിനെസ് ധാരാളം കൊണ്ടുവരാം. ഒറിജിനൽ ഉള്ളേക്കാട്ടിലും ജാസ്തി കൊണ്ടുവരാം. അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ മോളെ. പാടിയതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പാടി. നല്ല ചില ഭാഗങ്ങളൊക്കെ ഉച്ചരിക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ജോയ്ഫുൾ മൂഡ്, ആ നോട്ടിനെസ് എല്ലാം കൊണ്ടുവന്നാൽ ചിരിച്ച് ഓക്കെ ലൈവ്ലി ആയിട്ട് പാടാം. ഗുഡ് ലക്ക്. താങ്ക് യു.
ഞാനെപ്പോഴും മഞ്ചേരി വിളിക്കുന്നത് മഞ്ചേരി ബാബു എന്നാണ്. അപ്പൊ മഞ്ചേരി ബാബുവിനൊരു ഹായ് ഈ പാട്ടിന് പ്രത്യേകിച്ചും. കുട്ടി എന്തോ ഇന്ന് ഫുൾ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. മോൾക്ക് വളരെ മാർക്ക് വേണ്ടേ? എത്ര മാർക്ക് തരാം നോക്കട്ടെ? ജഡ്ജ്മെന്റ് അതെ നോക്കട്ടെ എന്ത് തോന്നുന്നു ആ കേവി കുട്ടിക്ക്. സ്വന്തമായിട്ട് പാടിക്കഴിഞ്ഞ കമന്റ്സ് ഒക്കെ കേട്ടു. ഇപ്പൊ എന്നാ തോന്നുന്നേ? 98. Exactly. Yes. Correct. 98 out of 100. Thank you, sir. That's a great judgment. അടിപൊളി. അതൊരു സ്കില്ലല്ലേ? പാടി കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുക. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. Thank you. Very Bye. good. Bye. Bye. ദൂരം തന്നിടാതെ